ഹലോ, നമ്മളിന്ന് പേപ്പർ വെച്ചിട്ടൊരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലെ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കണം. അതിൻ്റെ സൈഡ് നല്ല പ്രസ് ചെയ്ത് മടക്കണം, എന്നാലേ അകത്തെ ലൈൻസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും സെക്കൻഡ് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നഖം വെച്ച് ഉരച്ചു കൊടുക്കണം. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ലൈൻസ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ സെയിം പ്രോസസ്സ് തന്നെ ഓപ്പോസിറ്റ് സൈഡും മടക്കണം. അതേപോലെ നഖം വെച്ച് നല്ലോണം പ്രസ് ചെയ്യണം. ഗായ്സ്, അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പറ്റുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ട്രയാങ്കിൾ മടക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ സ്ക്വയറിലായിരുന്നു മടക്കിയത്, ഇനി ട്രയാങ്കിളാണ്. നമ്മൾ ഈ മടക്കിയ ട്രയാങ്കിളിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എന്നാലേ നല്ല പെർഫെക്ഷനോടെ നമുക്ക് നമ്മുടെ ഫ്ലവർ കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ട്രയാങ്കിൾ മടക്കണം. നല്ല നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ മടക്കുന്ന ഭാഗങ്ങളായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറയെ ബോക്സ് കാണാൻ പറ്റും. എന്നിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ 4 ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാം സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 4 ട്രയാങ്കിൾ കിട്ടും. അതിൻ്റെ സൈഡ് വൈസ് മടക്കണം, വീഡിയോയിൽ കാണുന്ന പോലെ മടക്കണം. എന്നിട്ട് നമ്മൾ ആ മടക്കിയ ഭാഗം എല്ലാം പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ 4 എണ്ണം മടക്കിയായിരുന്നു, അപ്പോൾ 4 ഭാഗമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ സൈഡൊക്കെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫ്ലവർ ഇപ്പോൾ റെഡിയായി. ഫ്ലവറിന് വേണ്ടി നമുക്ക് ഇനിയൊരു സ്റ്റെം ഉണ്ടാക്കാം. സ്റ്റെമ്മിനായിട്ട് നമ്മളൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അത് നല്ല മടക്കി കൊടുക്കണം. എന്നിട്ട് ആ മടക്ക് വിട്ടുപോകാതിരിക്കാൻ അവിടെയും നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേൽ ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ സിസേഴ്സ് വെച്ച് 2-3 ലൈൻ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗമെല്ലാം ഒന്ന് വിടർത്തി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കിട്ടും. ആ വിടർത്തിയ ഭാഗത്തോട്ട് നമ്മൾ ഗമ്മ് തേച്ചിട്ട് ആ ഫ്ലവർ അതിൻ്റെ മുകളിൽ നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടിക്കണം, അല്ലെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലവറും സ്റ്റെമ്മും റെഡിയായി. നമുക്ക് ഇനി അതിനൊരു ലീഫ് വേണ്ടേ. അതിനായിട്ട് നമുക്ക് സെയിം ഗ്രീൻ കളർ പേപ്പർ തന്നെ എടുത്തിട്ട് ലീഫ് വെട്ടിയെടുക്കണം. ലീഫ് വെട്ടാൻ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാനിവിടെ 2 ലീവ്സ് ഉണ്ടാക്കി. ഈ സ്റ്റെമ്മിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് അത് 2 സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് തുലിപ്പാണ്. നിങ്ങൾക്കിത് കണ്ടിട്ട് തുലിപ്പായിട്ട് തോന്നിയോ എങ്കിൽ കമൻ്റ് ആയിട്ട് പറയണം.